ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. നമുക്കങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാനില്ല. അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബാഗും നോട്ട്ബുക്സും നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കൊരു ഹോൾസെയിൽ പ്രൈസിന് കിട്ടിയപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ചു. അത് ഞാൻ ബുക്കും ഇതൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വിശാലിലും പിന്നെ അതുപോലെ യാറാമളിലും കൂടി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിശാലിൽ പോയി. അവിടെ ചില ഓപ്ഷൻസ് കുറവാണ്, പക്ഷേ ഉള്ള ഐറ്റംസിന് യാറാമളിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി റേറ്റ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ അവിടുന്ന് പെൻസിൽ മാത്രമാണ് ഞാൻ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഇറേസറിൻ്റെ ആ ഒരു ഐറ്റം അതൊന്നും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് യാറാമളിൽ വന്നു. അവിടെ പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാ ഐറ്റംസും, ഇപ്പോൾ ജോമെട്രി ബോക്സ് ആണെങ്കിലും അതുപോലെ പെൻസിലിൻ്റെ ആണെങ്കിലും ഇറേസറിൻ്റെ ആണെങ്കിലും എല്ലാത്തിനും ഓപ്ഷൻസ് കുറച്ചുകൂടി കൂടുതൽ യാറാമളിലുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇവിടുന്ന് പെൻസിൽ വേറെ സെപ്പറേറ്റ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇവിടുന്ന് മെയിനായിട്ട് ഇവിടുന്ന് എടുത്തിട്ട് എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് ഇറേസറിൻ്റെ ഒരു ബോക്സ് വേണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഷാർപ്നറിൻ്റെ ഒരു ബോക്സ് വേണമായിരുന്നു. പിന്നെ പെർമനൻറ്റ് മാർക്കർ പെൻ ഉണ്ടല്ലോ, അത് വാങ്ങിച്ചു. നമുക്ക് പേരും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട്. പിന്നെ ഒരു കുട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇതുപോലെ ഷാർപ്നറും ഇറേസറൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഒരു ഇറേസർ മാത്രം ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷേപ്പുള്ള അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് പിന്നെ ബണ്ണാണ്. ഇത് എത്ര ഉണ്ടെങ്കിലും തികയില്ല. ആവശ്യം നേരത്തെ തിരഞ്ഞു കഴിഞ്ഞാൽ കാണില്ല, എന്നാൽ ആവശ്യമില്ലാത്തപ്പോൾ ഇവിടെയൊക്കെ കിടക്കണതാണ്. അപ്പോൾ ഞാനിങ്ങനെ 3 സെറ്റായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബ്ലാക്ക്, വൈറ്റ്, റെഡ് അതൊക്കെ ചില ഒക്കേഷനിൽ മാത്രം സ്കൂളിൽ ഇപ്പോൾ റെഡ് ഉപയോഗിച്ച് കെട്ടണ്ട അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങിച്ചു. പിന്നെ മൾട്ടി കളറായിട്ടുള്ളത് വാങ്ങിച്ചു. അങ്ങനെ 2-3 ഇതിലുള്ളത് വാങ്ങിച്ചു. പിന്നെ പെരുന്നാളിൻ്റെ തലേദിവസമായിരുന്നു. അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു 2-3 ഐറ്റംസും കൂടി ഇതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിൽ അങ്ങനെയാണ് ഇതായിരുന്നു. പിന്നെ ഇത്തവണ 2 പേരും പെൻ ഉപയോഗിക്കാനുള്ള ലെവലിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ആളും പെൻ ഉപയോഗിക്കാൻ, ഇതുവരെ പെൻസിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളവർക്ക്, ചെറിയ ആൾക്ക്. അപ്പോൾ ഇത്തവണ അവൾക്കും കൂടിയുള്ള പെന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പെന്ന് ഈ യൂണോമാക്സ് പറഞ്ഞിട്ടുള്ള യൂട്രോണെക്സ് ആ ഒരു അതിൻ്റെ ബ്ലാക്കിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചു. പിന്നെ ബ്ലൂവിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചു. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ടോപ്പ് ആവശ്യമില്ല. നമ്മളിങ്ങനെ ബാക്കിൽ അങ്ങനെ പെന്നിന് എന്താ പറയുക കാരണം നല്ലപോലെ അറിയില്ല. അപ്പോൾ ഈ ഒരു സംഭവം അതാകുമ്പോൾ ഇപ്പോൾ ചെറിയ ആൾക്ക്, ഇപ്പോൾ അവൾ ആദ്യമായിട്ടാണല്ലോ ഈ ക്ലാസ് മുതലാണ് ഇപ്പോൾ പേന യൂസ് ചെയ്യണത്. അപ്പോൾ ടോപ്പുള്ള പെന്ന് കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ടോപ്പ് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാലോ, പിന്നെ നോർമലി ഈ പെന്ന് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഴുത്തൊക്കെ ഒന്ന് ക്ലിയർ ആവണ വരെ ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോഴും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഹെയർ ബാൻഡ് ഒരു 4 വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 2 ഒരു നോർമൽ സൈസും പിന്നെ 2 കുറച്ചൊരു നമുക്കിപ്പോൾ ഒരു പാർട്ടി വെയറൊക്കെ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റോൺ വെച്ചിട്ടുള്ളതും ചെറിയ ഡിസൈനുള്ളതൊക്കെ ആയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പെരുന്നാൾക്കിടാനും കൂടിയിട്ടുള്ള ഒരു ലെവലിൽ അങ്ങനെ 4 ഹെയർ ബാൻഡ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് യൂണിഫോമിനൊക്കെ ഡെയിലി വേസിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെ അതായി. ഇനി അടുത്ത ഐറ്റം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കെച്ച് പെന്നാണ്. സ്കെച്ച് പെന്ന് മൂത്താൾക്ക് വലുതും ചെറിയ ആൾക്ക് ചെറിയ ഇതുമായിട്ട് അങ്ങനെ ഓരോ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അസൈൻമെൻറ്റ്സും പ്രൊജക്റ്റും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടത് ഡെയിലി അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകില്ല, നമ്മളിവിടെ കീപ്പ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ പെന്നിൻ്റെ ബ്ലൂ ആണിത്. ഒരു സെറ്റ് ബ്ലൂവും ഒരു സെറ്റ് ബ്ലാക്കും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഷാർപ്നർ ഞാൻ ഇതുവരെ നടരാജിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്.
എനിക്ക് കുറച്ചുകൂടി ഉപയോഗിച്ചിട്ട് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. ഷാർപ്നർ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലേഡ് ഇങ്ങനെ തുരുമ്പിച്ച പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഷാർപ്നറിൻ്റെ ഒരു ഇത് കുറഞ്ഞു വരും. അപ്പോൾ എന്തായാലും ഷാർപ്നർ ആവശ്യമാണ് നമുക്ക് ഒരുപാട്. പിന്നെ അതുപോലെ ചെറിയ ആളൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് കൊണ്ടുവരലൊക്കെ ടാസ്ക്കാവും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കണം അത്. പിന്നെ അതുപോലെ ഇറേസർ ഇതുപോലെ ഞാനിങ്ങനെ ചെറിയ ടൈപ്പിലുള്ളതുണ്ടല്ലോ അതാണ് വാങ്ങിക്കാറ് അധികം. മറ്റേതിൻ്റെ വലുതുണ്ട്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും മിസ്സായി പോകും, അങ്ങനെയൊക്കെ വരും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഫാൻസി ടൈപ്പിലുള്ള ഇറേസർ വരുന്നത്. ഇതൊക്കെ നമുക്കങ്ങനെ ഡെയിലി ബേസിൽ അങ്ങനെ ഉപയോഗിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഒരു ക്യൂട്ടായിട്ട് അങ്ങനെ കുട്ടികൾക്ക് വേണം തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരെണ്ണം എടുത്തു എന്ന് മാത്രം. എപ്പോഴും നമുക്ക് ഡെയിലി ബേസിൽ ഉപയോഗിക്കാൻ ഞാൻ നേരത്തെ കാണിച്ച അങ്ങനത്തെ ടൈപ്പ് ഇറേസറും കട്ടറൊക്കെ തന്നെയാണ് നല്ലത്. പിന്നെ ഇതുപോലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഐറ്റംസാണ് പശ. ഇനിയിപ്പോൾ അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ്, അപ്പോൾ ഓരോന്ന് ഒട്ടിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും ആവശ്യം വരും. അപ്പോൾ ഞാൻ പശ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. 2 ഇതുപോലെ ഗ്ലൂ സ്റ്റിക്കായിട്ടുള്ളതും പിന്നെ ഫെവിക്കോളിൻ്റെ അങ്ങനത്തെ 3 എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ പെർമനൻറ്റ് മാർക്കർ ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ട്. പെർമനൻറ്റ് മാർക്കർ അല്ലാതെ CD മാർക്കർ അത് 2 വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്കും ഒരു ബ്ലൂവും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യാറ് ഇതുപോലെ കൊട, ബാഗ് അതുമൂലമൊക്കെ പേര് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ നോട്ട്ബുക്കിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ എഴുതാൻ വേണ്ടിയിട്ടും അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. പിന്നെ ചില ടൈമിൽ ഇതുപോലെ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡിങ് എഴുതാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഡിസൈൻ ചെയ്യാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ മൂത്താൾക്ക് വേണ്ടിയിട്ട് ഹൈലൈറ്റർ വാങ്ങിച്ചു. ഒരെണ്ണം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ സ്റ്റാപ്ലർ ഇതുവരെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ പിന്ന് തീർന്നു പോയി, അപ്പോൾ ഞാനൊരു പിന്ന് വാങ്ങിച്ചു. ടെക്സ്റ്റ് ബുക്ക് ചെറിയ ആൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നോട്ട്ബുക്സും നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ 2 പേരുടെ നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്ക് ഒരാളുടേതും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ പെരുന്നാളിന് വേണ്ടിയിട്ട് നമ്മൾ മൈലാഞ്ചി വാങ്ങിച്ചു, വള വാങ്ങിച്ചു, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പിന്നെന്താ, പിന്നെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് കർച്ചീഫ് ഉണ്ടല്ലോ, അത് ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ബാഗിൽ എത്ര ദിവസം ഉണ്ടാവും അതൊന്നും പറയാൻ പറ്റില്ല, എന്നാലും വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉള്ള. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൈ തുടക്കാനും അങ്ങനെയൊക്കെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ മോൾക്ക് ഇതാ ഒരു റിങ് വേണമെന്ന് പറഞ്ഞ് അങ്ങനൊരു റിങ് വാങ്ങിച്ചു. പിന്നെ ഇത് നമുക്ക് ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് വളയാണ്, യൂണിഫോമിൻ്റെ കൂടെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ. പിന്നെ ഇതുപോലൊരു പെന്നിൻ്റെ സെറ്റ് വാങ്ങിച്ചു. ഇത് ഞങ്ങൾ മുന്നേ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് അതായിട്ട് എഴുതിയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു, അപ്പോൾ അങ്ങനത്തെ ഒരു പെന്ന് വാങ്ങിച്ചു. പിന്നെ ഇതുപോലൊരു വാക്സ് ക്രയോൺസ് വാങ്ങിച്ചു. അത് ആ ബോക്സ് കൂടി ഉള്ളതുകൊണ്ട് ബാഗിൽ വെക്കാൻ എളുപ്പമായിട്ട് ചെറിയ ആൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ പെൻസിൽ 3 സെറ്റ് വാങ്ങിച്ചത്. ഇത് വിശാൽ മാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ കുറച്ചുകൂടി ഒരു റേറ്റ് കുറവുണ്ട്. പിന്നെ ബോക്സ്, പൗച്ച്, അങ്ങനെ ഓരോ ഐറ്റംസ്. അപ്പോൾ ഇത് 299 ഓഫർ പ്രൈസിൽ കിട്ടിയതാണ്. പിന്നെ അതുപോലെ പേസ്റ്റൽ കളേഴ്സ് അങ്ങനെ അത് വാങ്ങിച്ചൊരു സെറ്റ്. പിന്നെ ഇതൊരു ഒരു മിനി സ്റ്റഡി ടേബിളിൽ നമ്മളിങ്ങനെ താഴെ വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ ഒരെണ്ണമാണ്. ഇതും അവിടെ ഒരു ഓഫർ പ്രൈസിന് കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ ഇതിനേക്കാൾ സൈസ് കുറവുള്ള 299 അങ്ങനെയൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇതിന്മേൽ 399 ആണ്, പക്ഷെ നമുക്ക് 299 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സൈസൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ലത് ഇതായിട്ട് തോന്നി. പക്ഷേ ഓൺലൈനിൽ കാണുന്നതിന് നമുക്ക് കപ്പ് വെക്കാനും പിന്നെ അതുപോലെ എന്തായിരുന്നു ഇങ്ങനെ ഫോണ് ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഇതിനങ്ങനെയില്ല. പക്ഷെ കുറച്ചുകൂടി സ്പേസ് കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അതെടുക്കാൻ വിചാരിച്ചു.
അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ താഴെ ഇരുന്നിട്ടൊക്കെ എഴുതാനും പഠിക്കാനൊക്കെ നല്ല ഒരു അടിപൊളിയായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.